സുരേഷ് സാർ നമസ്കാരം. നമ്മുടെ ഈ നമസ്കാരം. ഈ മറാത്ത, അതെ നമസ്കാരം സാർ. മറാത്ത വിഷയം, അതായത് മറാത്ത സംവരണം വലിയ മഹാരാഷ്ട്ര സംസ്ഥാനത്തെ വലിയൊരു വിഷയമായിട്ട് കുറെ കാലമായിട്ട് 2018 1981 കാലം മുതൽ ഒരു വിഷയമാണ്. ഈ അടുത്ത കാലത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പിന്നെ വലിയൊരു പ്രശ്നമായിട്ട് മാറുന്നത് മനോജ് ജാരംഗെ പാട്ടീൽ അവിടെ വലിയൊരു നിരാഹാര സമരം നടന്നതും അത് അങ്ങനെ അവിടെ അത് പിന്നെ മുഖ്യമന്ത്രിയുടെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ അത് അദ്ദേഹത്തിന്റെ ഈ സമരം അവസാനിപ്പിക്കുകയും ചെയ്ത് അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. വളരെ കാലമായിട്ട് രണ്ട് കമ്മീഷനെ വെക്കേണ്ടി വന്നിട്ടുണ്ട്. ആ രണ്ട് കമ്മീഷൻ പറഞ്ഞത് അവിടെ നമുക്ക് പ്രധാനമായിട്ടും ഗെയ്ക്വാദ് കമ്മീഷനും അതുപോലെ നാരായൺ റാണെ കമ്മീഷൻ, അങ്ങനെ രണ്ടു കമ്മീഷനെ വെക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ഈ മഹാരാഷ്ട്രയിലെ പൊളിറ്റിക്സിൽ വളരെയധികം പിന്നെ ഇഴഞ്ഞു ചേർന്ന് അവിടെ വലിയ വിഷയമായിട്ട് മാറിയിരിക്കുന്നതാണ്. അതിപ്പോ വീണ്ടും ഉയർന്നു വരുന്നു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മറാഠ സംവരണം വേണമെന്നുള്ള ആവശ്യം സുപ്രീം കോടതി ഇപ്പോൾ അത് ആ മറാഠ സംവരണത്തിന്റെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ച് അല്ലെങ്കിൽ റദ്ദാക്കി വെച്ചിരിക്കുന്ന സംവരണ സംവിധാനങ്ങളെല്ലാം റദ്ദാക്കി വെച്ചിരിക്കുന്ന സ്ഥിതിയുമാണ്. എന്താണ് സാർ അദ്ദേഹം താങ്കൾക്ക് പറയാനുള്ളത്? ഈ സംവരണം എന്ന് പറഞ്ഞാൽ മറാഠ റിസർവേഷൻ ഇപ്പോഴത്തെ ഒരു ഇഷ്യൂ അല്ല, കുറെ കാലമായിട്ട് നടക്കുന്ന ഒരു ഇഷ്യൂ ആണ്. പക്ഷെ നമ്മൾ നോക്കേണ്ടതെന്നാണ് ഇതിൽ മറാഠ എന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്രയിലുള്ള 27% പോപ്പുലേഷനാണ് ഇതിന്റെ ഇമ്പാക്റ്റ് ആണ്. ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇങ്ങനൊരു അറ്റംപ്റ്റ് നടത്തുന്നത്. ഇലക്ഷന് മുമ്പ് നടന്നതാണ്, ലോക്സഭ ഇലക്ഷന് മുമ്പ്. ഇതിനു മുമ്പ് 2 പ്രാവശ്യം നടന്ന ഈ ലീഗൽ ഇതിലും അടിച്ചുപോയി. ബിക്കോസ് അത് സുപ്രീം കോടതിയും ഹൈക്കോടതിയൊക്കെ അതിന് സ്റ്റേ ചെയ്തു. ഇവരുടെ മെയിൻ ഡിമാൻഡ് എന്താന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ബാക്ക്വേർഡ്നെസ് ആണ്, ഞങ്ങൾ മറാഠാസ് ബാക്ക്വേർഡ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു ലോജിക്കാണ് അവരുള്ളത്. അത് ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്. അത് ആക്ച്വലി ഞാൻ പറയുന്നത് കാസ്റ്റ് ഇഷ്യൂ അല്ല. ബിക്കോസ് മറാഠാസ് ഒരു കാസ്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. ഇപ്പോൾ രാജസ്ഥാനിലെ രാജ്പുത്തുകാർ ഞങ്ങൾക്ക് റിസർവേഷൻ തന്നെ വേണമെന്ന് നടക്കുന്നത് അതേമാതിരിയാണ്. പക്ഷേ ഈ പ്രോബ്ലം വരാൻ പോണത് എന്താണെന്ന്, ഈ ബാക്ക്വേർഡ് കാസ്റ്റ് OBC എന്ന് പറഞ്ഞ കാറ്റഗറി അവർ വിചാരിച്ചു ഇവർക്ക് റിസർവേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ റിസർവേഷൻ അടിച്ചു പോകും. ഇപ്പൊ തന്നെ മഹാരാഷ്ട്രയിലുള്ളത് 75% റിസർവേഷനാണ്. 65 + 10, 65% നോർമൽ റിസർവേഷൻ. SC ST BC OBC ബാക്കി എല്ലാ കാറ്റഗറിയും കൂട്ടിക്കഴിഞ്ഞ് 10% മോദി ഗവൺമെന്റ് കൊണ്ടുവന്ന എക്കണോമിക്കലി ബാക്ക്വേർഡ് സെക്ഷൻസിനുള്ള 10% ഉള്ള ഒരു പാക്കേജ് ഉണ്ട്. പക്ഷേ ഇത് എടുത്തു കഴിഞ്ഞാലും സുപ്രീം കോടതിയുടെ പണ്ടത്തെ ഒരു ജഡ്ജ്മെന്റിൽ തന്നെ 50%-ത്തേക്കാൾ കൂടുതൽ റിസർവേഷൻ ഉണ്ടാകാൻ പാടില്ല എന്നൊരു ലോ ഉണ്ട്. അത് തമിഴ്നാട് ഗവൺമെന്റ് മാത്രമാണ് അതിന് പുറത്ത് കടന്നു വന്ന അവരൊരു സ്കെഡ്യൂൾ മാറ്റി 9th സ്കെഡ്യൂളിൽ കൊണ്ടുപോയിട്ടിട്ട് അതിനെ അവോയ്ഡ് ചെയ്തു. പക്ഷെ അതും ലീഗൽ ചാലഞ്ചിൽ കിടക്കണം സുപ്രീം കോടതിയുടെ മുമ്പിൽ. അപ്പൊ ഈ പ്രാവശ്യം ഇതെന്തെങ്കിലും മാറാൻ വഴിയുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. ബിക്കോസ് ഇതും ഈ പറഞ്ഞ മാതിരി മറാഠ റിസർവേഷൻ ഈ പ്രാവശ്യം സുപ്രീം കോടതിയിൽ പോയി കഴിഞ്ഞാൽ പിന്നെയും തള്ളപ്പെടുകയാണ്. പക്ഷെ സുപ്രീം കോടതി എപ്പോഴും ഒരു എക്സ്ക്യൂസ് എന്താ പറയുക, നിങ്ങളൊരു കമ്മീഷനെ സെറ്റപ്പ് ചെയ്യും. ആ കമ്മീഷൻ വേണം ഇവരുടെ ബാക്ക്വേർഡ്നെസ്, ഇവരെത്ര ബാക്ക്വേർഡ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കണ്ടുപിടിക്കുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോഴാണ് ഇവർ ബാക്ക്വേർഡ് ആണെന്നുള്ള ഒരു ഐഡന്റിഫിക്കേഷൻ വച്ചിരിക്കുന്നത്. പക്ഷെ എങ്ങനെയാണ് ബാക്ക്വേർഡ്? എഡ്യൂക്കേഷനലി ബാക്ക്വേർഡ് ആണ്, ഇവർ എക്കണോമിക്കലി ബാക്ക്വേർഡ് ആണ്. ഇതിൽ പണ്ട് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, പണ്ട് മഹാരാഷ്ട്രയുടെ നല്ലൊരു ശതമാനം സ്പേസ് ഹൈദരാബാദ് സ്റ്റേറ്റ് ആയിരുന്നു, നിസാമിൻ്റെ അണ്ടറിലായിരുന്നു. അന്ന് കുറെ കാസ്റ്റുകൾ ഉണ്ടായിരുന്നു അവിടെ മഹാരാഷ്ട്രയിൽ. കുറെ മഹാരാഷ്ട്രൻസ് ഇപ്പോഴും ഹൈദരാബാദിലുണ്ട്, ലക്ഷക്കണക്കിന് പേരുണ്ട്. ഹൈദരാബാദ് എന്നല്ല, തെലങ്കാനയുടെ കുറെ ഭാഗം, ആദിലാബാദ്, നിസാമാബാദ് ഒക്കെ മറാഠ ഇൻഫ്ലുവൻസ് ആണ് അവിടെ ഇപ്പോഴും ഉള്ളത്. ഒരു കുൻബി എന്ന് പറഞ്ഞ കാസ്റ്റ് ഉണ്ടായിരുന്നു, KUNBI, കുൻബി. ഇവർക്ക് പണ്ട് തൊട്ട് തന്നെ ഒരു കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കൊടുത്തിരുന്നു, ബാക്ക്വേർഡ് ക്ലാസ് കാസ്റ്റ്. അത് ഒരു ലീഗൽ സാങ്ഷൻ ഉണ്ട് അതിന്. ബിക്കോസ് അതൊരു നിസാമിന്റെ കാലം തൊട്ട് തുടങ്ങി, ആദ്യത്തെ നെഹ്റു ഗവൺമെന്റ്, അത് കഴിഞ്ഞ് വന്ന ഗവൺമെന്റുകൾ ആരും അതിനെ തൊട്ടിട്ടില്ല. കുൻബി ക്ലാസ്സിലുള്ള ആൾക്കാർ, അത് മോസ്റ്റ്ലി വിദർഭ സൈഡിൽ നിന്നാണ് അവർ വരുന്നത്, അവർക്ക് റിസർവേഷൻ കൊടുക്കാൻ പറ്റുന്നുള്ള ഒരു ലീഗൽ, ഒരു പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ ഒരു ലോജിക് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ പറയുന്നത് എന്താണെന്നാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും റിസർവേഷൻ ഉണ്ട്, കുൻബി മാത്രമല്ല, മറാഠാസ് എല്ലാ പേർക്കും റിസർവേഷൻ തന്നേ പറ്റും എന്നാണ് പുതിയ അടി. പക്ഷേ ഇതൊരു പ്രോബ്ലം എന്താണ്, ഇത് ക്രീമി ലെയർ കോൺസെപ്റ്റ് വരും. അത് നമ്മുടെ സുപ്രീം കോടതിയുടെ റൂളിങ്ങിലാണ്, ഗവൺമെന്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ക്രീമി ലെയർ എന്നാൽ എത്ര ലക്ഷം ശമ്പളം ഉള്ള ആൾക്കാർ, ഈ ലിമിറ്റിന് മുകളിലുള്ള ആൾക്കാർക്ക് റിസർവേഷൻ ഉണ്ടാവില്ല. അതെന്താണ് നമ്മൾ കണ്ടുവന്നിട്ടുണ്ട് കുറേ ദിവസമായിട്ട്. ഇപ്പോൾ ക്രീമി ലെയർ കോൺസെപ്റ്റ് കുറേ റിസർവേഷൻസിലും വന്നു തുടങ്ങി. അതിന്റെ ലിമിറ്റ് ഗവൺമെന്റ് കൊല്ലം മാറ്റിക്കൊണ്ട്. പക്ഷെ ഇപ്പം നടക്കുന്ന അജിറ്റേഷൻ ഒരു പൊളിറ്റിക്കൽ അജിറ്റേഷനാണ്. ഈ പറഞ്ഞ മാതിരി ജാരംഗെ ആവട്ടെ, ബാക്കിയുള്ള ആൾക്കാരാവട്ടെ, അവര് ഏത് ഗവൺമെന്റ് ഉണ്ടെങ്കിലും അവരെ നേരെ പ്രൊട്ടസ്റ്റ് ചെയ്യും. ആ ഗവൺമെന്റ് ഒരു ലോ കൊണ്ടുവരും, ആ ലോ കോടതി പോവും, അത് കോടതിയിൽ തള്ളിപ്പോവും.
ഇതുണ്ടാവുന്നത്. അപ്പം ഇതും ഇപ്പോൾ ഇനി വരാൻ പോണത് തന്നെയാണ്. എന്ത് റിസർവേഷൻ നിങ്ങൾ എടുത്താലും ഏത് കമ്മീഷൻ വെച്ചാലും ഇത് കോടതിയുടെ പരിഗണനയിൽ വരുമ്പോൾ ഇത് അടിച്ചു പോകും. എന്താ വേറെ ഒന്നല്ല, ഒന്ന് 50% റിസർവേഷൻ ലിമിറ്റ് നിങ്ങൾ ക്രോസ് ചെയ്തു, അപ്പോൾ അത് പറ്റില്ല. രണ്ടാമത്തത്, മറാഠസ് എഡ്യൂക്കേഷണലി ആൻഡ് സോഷ്യലി ആൻഡ് പൊളിറ്റിക്കലി ബാക്ക്വേർഡ് അല്ല, അവരവിടുത്തെ ലീഡിങ് കാസ്റ്റാണ്. നിങ്ങൾ ഒരു 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 ഈ പറഞ്ഞ ഒരു സ്റ്റേറ്റിലെ 85% പോപ്പുലേഷനും ബാക്ക്വേർഡാണ്, അല്ലെങ്കിൽ റിസർവേഷൻ വേണമെന്ന് പറയുന്നത് ബാക്കി എന്താ ഉള്ളത്? 15% ഉള്ളൂ ബാക്കിയുള്ള കാസ്റ്റിനൊക്കെ. ഇത് എവിടെ ചെന്ന് എത്തുന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അതാണ് മെയിൻ ആയിട്ട് പ്രോബ്ലം. ഇതൊരു പൊളിറ്റിക്കൽ ബാറ്റിലാണ്, ഇത് ഒരു എക്കണോമിക്കൽ അല്ലെങ്കിൽ ഒരു സോഷ്യൽ ആയിട്ടുള്ള ഇഷ്യൂ അല്ല. അങ്ങനെ ഒരു ഈ സംവരണം ഇത്രയും, അതായത് നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും വർഷമായിട്ടും ഇപ്പോഴും സംവരണത്തിന് വേണ്ടിയുള്ള മുറവിളികൾ ഉയർന്നു വരുന്നു. അത് പൊളിറ്റിക്കൽ, സാർ നേരത്തെ പറഞ്ഞത് പൊളിറ്റിക്കൽ ആയിരിക്കും ഇതിന്റെ പിന്നിലുള്ളത്. പക്ഷെ അത് നമ്മുടെ ഭരണഘടന അനുസരിച്ച് നിയമപരമായിട്ട് 50% പാടില്ല എന്ന് എല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കും അറിയാമെങ്കിലും അതാത് കാലഘട്ടത്തിലെ പൊളിറ്റിക്കൽ നേട്ടത്തിന് വേണ്ടിയാണ്. ഇപ്പൊ നമുക്കറിയാം, മണിപ്പൂരില് മെയ്തി കുക്കി സംവരണവുമായിട്ട് ബന്ധപ്പെട്ട് കോടതിയുടെ ഒരു വിധി വന്നതിന് ശേഷം ഇത്രയും വലിയൊരു, നമ്മള് ഒരുപക്ഷെ രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും ഗുരുതരമായ വലിയൊരു കലാപം നടന്നത് ആ ഒരു കോടതി വിധി, സംവരണം കൊടുത്തുകൊണ്ടുള്ള വിധി വന്നതിന് ശേഷമാണ്. ഇപ്പൊ സാർ പറഞ്ഞു രാജസ്ഥാനില് അങ്ങനെ നടക്കുന്നു, അങ്ങനെയുള്ള ഓരോ സ്ഥലത്തും ഇങ്ങനെ ഈ സംവരണത്തിന് വേണ്ടിയുള്ള ഈ മുറവിളി നടക്കുന്നു. എന്തായിരിക്കും നമ്മുടെ നാട്ടിന്റെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിന്റെ ഒരു ജീവിത നിലവാരം മെച്ചപ്പെടാത്തത് കൊണ്ടുള്ള ഇതാണോ, അതോ വെറും താങ്കൾ പറഞ്ഞ പോലെ പൊളിറ്റിക്സ് ആണോ ഇതിന്റെ പിന്നിൽ ഈ സംവരണം ഇപ്പോഴും ഇങ്ങനെ ഉയരാൻ കാരണം? ബാബാ സാഹേബ് അംബേദ്കർ ഈ റിസർവേഷൻ എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ടുവന്നപ്പോൾ അന്ന് തന്നെ പറഞ്ഞത് 10 കൊല്ലത്തേക്കാട്ടും കൂടുതൽ ഉണ്ടാവാൻ പാടില്ല. ഇത് ഞാൻ പറഞ്ഞതല്ല, അങ്ങേര് പറഞ്ഞതാണ്. പക്ഷെ 10 കൊല്ലം പോയി ഇപ്പോൾ 75 കൊല്ലമായിട്ട് നമ്മുടെ അവിടെ റിസർവേഷൻ നടന്നുകൊണ്ട് വരിക. അപ്പം അതിൻ്റെ ഒരു മീനിങ്, അതിൻ്റെ ഒരു അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം ഇത് ഫെയിലായെന്നാണ്. നിങ്ങൾ റിസർവേഷൻ കൊടുത്ത് ബിക്കോസ് എക്കണോമിക്കലി മാത്രമല്ല സോഷ്യൽ ലെവലിൽ നിങ്ങൾ ഇവരെ ഇൻഡിക്കേറ്റർ കൊണ്ടുവന്ന്, ശരിയാണ് ഇപ്പോഴും കുറേ ഡിസ്ക്രിമിനേഷൻ ഉണ്ട്. ഇപ്പം ഞാൻ തെലങ്കാനയിൽ നിന്നാണ്, ഹൈദരാബാദിൽ ജീവിക്കുന്നത്. കുറേ കാലമായി അവിടെ 19 കൊല്ലമായിട്ട് അവിടെ തന്നെ ജീവിക്കുന്നത്. ചെറിയ കുട്ടിയപ്പോൾ അച്ഛൻ്റെ കൂടെ, അച്ഛൻ റെയിൽവേയിലപ്പോൾ അവിടെ വന്നാണ് അച്ഛൻ്റെ അമ്മയുടെ കൂടെ. പക്ഷെ എവിടെയും ഇപ്പോഴും ഹൈദരാബാദിൽ നിന്ന് ഒരു 100 കിലോമീറ്റർ 50 കിലോമീറ്റർ പുറത്ത് പോയി കഴിഞ്ഞാൽ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ശരിക്കും നമുക്ക് കാണാൻ പറ്റും. SC STs ചില അമ്പലങ്ങൾ കയറ്റില്ല. അവർക്ക് ഹോട്ടലിലെ പുറത്ത് വേറെ ഗ്ലാസ്, 2 ടംബ്ലർ സിസ്റ്റം എന്ന് പറയും, അവർക്ക് വേറെ ഗ്ലാസ് ആണ് അവർക്ക്. അപ്പം അങ്ങനത്തെ ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ട്, ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് തമിഴ്നാട്ടിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, കേരളത്തിൽ ഒരു സർട്ടൻ എക്സ്റ്റെന്റ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മളിത് എന്താണ് ഇത് അച്ചീവ് ചെയ്യാൻ നോക്കണേ? ഒന്ന്, അവർ ആ സ്റ്റേറ്റസിലേക്ക് അവരെ കൊണ്ടുവരിക. പക്ഷെ എൻ്റെ ഒരു പേഴ്സണൽ വ്യൂ, ഇത് കുറേ ഡിബേറ്റ്സിൽ പറഞ്ഞിട്ടുണ്ട്, അവിടെ തെലുങ്ക് ചാനലിലും പറഞ്ഞിട്ടുണ്ട്, നാഷണൽ ചാനൽസിലും പറഞ്ഞാണ്, ഇത് കുറേ പൊളിറ്റിക്കൽ ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ആൾക്കാരും പറഞ്ഞിട്ടുള്ളതാണ്. ഒരിക്കലും ഒരു ഫാമിലിക്ക് ഒരു റിസർവേഷൻ ബെനിഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഒരു ഫാമിലിയുടെ SC ST OBC അവർക്ക് ഒരു IAS കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ IPS കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരെ നെക്സ്റ്റ് ജനറേഷൻ എന്തിനാണ്? നെക്സ്റ്റ് ജനറേഷൻ റിസർവേഷൻ ആവശ്യമില്ല. ബിക്കോസ് അവർ ആ സോഷ്യൽ സ്റ്റാൻഡിങ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞു, അവർ എക്കണോമിക്കലും അവർ പവർഫുൾ ആയി കഴിഞ്ഞിട്ടുണ്ടോ. IAS കിട്ടുന്ന ശമ്പളം നമുക്ക് അറിയാം. അപ്പൊ അത് നോക്കുമ്പോൾ എന്തിനത് പക്ഷെ എപ്പോഴും എന്താ നടക്കുന്നത്, പാവപ്പെട്ടവർ ഈ റിസർവേഷൻ ശരിക്കും കിട്ടാനുള്ള ആൾക്കാർ, അർഹതയുള്ള ആൾക്കാർ, അവർക്ക് കിട്ടുന്നില്ല. എപ്പോഴും അവർക്ക് കിട്ടുന്നില്ല. അവരിപ്പോഴും ഈ പറഞ്ഞ മാതിരി അവരെവിടെയാണ് അവിടെ തന്നെ അവർ കിടക്കുന്നത്. അപ്പൊ അവരെ നമ്മളാരും മുകളിലേക്ക്, അതാണ് ഒരു നെക്സ്റ്റ്. പക്ഷേ ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ പാർട്ടീസ് നമ്മൾ കണ്ടിട്ടുണ്ട്, ബീഹാറിൽ നിന്ന് തുടങ്ങി വെച്ചാണ് രാഹുൽ ഗാന്ധി വന്ന് പറഞ്ഞു കാസ്റ്റ് സെൻസസ് നമ്മൾ നടത്താൻ പോകുന്നത്. കർണാടകത്തില് ഇതിന് മുമ്പ് വന്ന സിദ്ധരാമയ്യ ഗവൺമെന്റ് ആണ് കാസ്റ്റ് സെൻസസ് നടത്തിയത്. അത് ഇന്ന് വരെ റിലീസ് ചെയ്യുന്നില്ല. എന്താണ് അതിന്റെ കാരണം? ബിക്കോസ് അവിടെ ഒക്കലിക്കാസും ലിംഗായസും പിന്നെ ഇവർ ശരിക്കും ഇവർ അടച്ചുപൂട്ടവരെ കാണാം അവിടെ കോൺഗ്രസിന്. അപ്പൊ അതാണ് പ്രോബ്ലം. നമ്മുടെ നാട്ടില് വോട്ടിന് വേണ്ടിയിട്ട് കാസ്റ്റ് ബേസ്ഡ്, എന്താ യാദവ് ആയാലും അത് നമ്മൾ കണ്ടിട്ടുണ്ട്, ബീഹാറിലായാലും UP-യിലായാലും ഇവൻ ആന്ധ്രയിലുണ്ട്, അത് എല്ലാ സ്ഥലത്തുണ്ട്. കാസ്റ്റ് ബേസ്ഡ് ആണ്. എത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളായാലും അവസാനം വർത്താനം പറഞ്ഞ നിങ്ങളുടെ ആള് ഞങ്ങളുടെ ആള്, ഇതാണ് അവരുടെ വർത്താനം. റിസർവേഷൻ എന്നൊരു പോളിസി ഞാൻ പറയണമെങ്കിൽ അത് മോദി ഗവൺമെന്റ് കൊണ്ട് നല്ലൊരു മൂവ് ആയിരുന്നു എക്കണോമിക്കലി. എത്ര ബ്രാഹ്മണന്മാരുടെ എത്ര പേര് ഒരു കാശില്ലാണ്ട് നടക്കുന്നത്, അവർക്ക് ജോലി ഇല്ലാണ്ട്. പക്ഷെ അവരെന്തോ അവരുടെ പൂർവ്വജങ്ങൾ അവർ പണ്ട് 100-300 കൊല്ലം മുമ്പ് എന്തോ ചെയ്തു എന്നിട്ട് അവരെ നേരെ എപ്പോഴും അവരെ നേരെ റിസർവേഷൻ അവർക്ക് കൊടുക്കാൻ പാടില്ല, അവരെ നേരെ അവർക്ക് ഒരു ബെനിഫിറ്റും കൊടുക്കാൻ പാടില്ല, അവരെ അറ്റാക്ക് ചെയ്യുക, കൺസെപ്റ്റ് DMK ഒക്കെ കാണാൻ തമിഴ്നാട്ടിൽ. അപ്പം ഞാൻ പറയുന്നത് റിസർവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സോഷ്യൽ സ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ടാണ്. ആ സോഷ്യൽ സ്റ്റാൻഡിങ് ഒരിക്കൽ കിട്ടിക്കഴിഞ്ഞാൽ ആ ഫാമിലി അവർ തന്നെ പറയണം, ഞങ്ങൾക്കിനി വേണ്ട, ഞങ്ങൾ പാവപ്പെട്ടവർക്ക്, ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലുള്ള പാവപ്പെട്ടവർക്ക് കിട്ടിക്കോട്ടെ.
അതായിരിക്കണം ഫസ്റ്റ്. പക്ഷെ പ്രോബ്ലം എന്താണ്, ഈ കുട്ടികളൊക്കെ ഗവൺമെന്റ് സ്കൂളിലും കുറേ ചെറിയ ചെറിയ വില്ലേജസിൽ അവിടെയൊക്കെ ഗ്രാമങ്ങളിൽ താമസിച്ചിട്ട് അവർക്ക് ഈ കോമ്പറ്റേറ്റീവ് എക്സാം എഴുതാനോ അവർക്ക് IAS എക്സാം എഴുതാനോ ഈവൻ നോർമൽ സ്റ്റേറ്റ് നമ്മുടെ അവിടുത്തെ ബോർഡ് എക്സാം, അവിടുത്തെ പബ്ലിക് സർവീസ് കമ്മീഷൻ എക്സാം എഴുതാനോ ഒന്നിനും പറ്റില്ല. അവർ ക്വാളിഫൈ ആവില്ല. പൊളിറ്റീഷ്യൻസിന് അതാ വേണ്ടത്. അവർക്ക് വേണ്ടത് വോട്ട് ബാങ്കാണ്. ഇവരെ കാണിക്കുകയാണ്, അതാ നിങ്ങൾക്ക് ഞാൻ നിങ്ങൾ ഈ 10% ഇനി കൂട്ടിത്തരാൻ പോകണം, ഞങ്ങൾക്ക് വോട്ട് താ. ഇതാണ്. അല്ലാണ്ട് നിങ്ങളെ ഞങ്ങൾ ഒരു സ്റ്റേറ്റസിലേക്ക് കൊണ്ടുവരാൻ, നിങ്ങൾ ഇനിയും ഡെവലപ്പ് ചെയ്ത് എടുക്കാം, അത് അവർ പറയില്ല. അവരോട് നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് താ, നിങ്ങൾക്ക് ഇനി 2-3% കൂട്ടിത്തരാം. അത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈവൻ കേരളത്തിലും അതെ, ഇവിടെ തെലങ്കാനയിലും അതെ, ആന്ധ്രയിലും നമ്മൾ കണ്ടിട്ടുണ്ട്. മുസ്ലിംസിന് റിസർവേഷൻ കൊടുത്തിട്ടുണ്ട്, കർണാടകത്തിലും അതെ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താ പറയണത്, റിലീജിയൻ ബേസ്ഡ് റിസർവേഷൻസ് ഇല്ല, ഹിന്ദുക്കളിൽ മാത്രമേ കാസ്റ്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉള്ളൂ. പിന്നെ എങ്ങനെയാണ് മുസ്ലിംസിന് റിസർവേഷൻ കൊടുക്കുന്നത്? അപ്പോൾ അവർ പറയുന്നത് അവരതിൽ കുറേ ബുച്ചർ കാസ്റ്റ് ഉണ്ട്, അവരതിൽ സ്വീപ്പർ കാസ്റ്റ് ഉണ്ട്, അവർ അങ്ങനെ കുറേ കാസ്റ്റുകളുണ്ട്, അത് കാരണം നമുക്ക് അവർക്ക് റിസർവേഷൻ കൊടുക്കണം. അങ്ങനെയാണ് ഇപ്പോൾ അത് അവർക്ക് 4 ചില സ്റ്റേറ്റിലൊക്കെ 8% അവർക്ക് റിസർവേഷൻ കിട്ടിത്തുടങ്ങി. അപ്പോൾ അവസാനം എവിടെ ചെന്ന് എത്തുന്നതാണ്. ഇപ്പോൾ നമ്മളെല്ലാവരും പറയും നമ്മുടെ നാട്ടിൽ നിന്ന് കുട്ടികൾ അന്യരാഷ്ട്രത്തേക്ക് പോയി അല്ലെങ്കിൽ അന്യ നാട്ടിൽ പോയി വേറെ ഫോറിൻ കൺട്രീസിൽ പോയി പഠിക്കണമെന്ന്. എന്തിനാണ് അവരുടെ പോണേ? ഒന്ന് അവർക്ക് അറിയാം എവിടെ നിന്ന് അവർക്ക് പഠിക്കാൻ, അവർക്ക് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എക്സാം, എത്ര ഇപ്പോൾ നമ്മൾ IIT JEE ആയാലും നീറ്റ് ആയാലും ഇപ്പോഴും നമ്മൾ സുപ്രീം കോടതിയിൽ നിന്ന് കേസ് കേൾക്കുന്നു. നമുക്ക് അതിൽ അഡ്മിഷൻ കിട്ടാൻ വളരെ കഷ്ടമാണ്. 23 ലക്ഷം കുട്ടികൾ എഴുതിയിട്ട് 1 ലക്ഷം സീറ്റ് മോൽക്കില്ല നമ്മുടെ അടുത്ത്. ആലോചിച്ചു. ഇപ്പൊ എങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്യാൻ പോണത്? എവിടെ ചെന്ന് എത്തിക്കുക? അത് കാരണം കുട്ടികൾ പുറത്തേക്ക് പോവാണ്. കേരളമൊക്കെ ഇപ്പോൾ പറഞ്ഞ ഒരു ഓൾഡ് ഏജ് ഹോമായി മാറി. എൻ്റെ അമ്മയൊക്കെ എപ്പോഴും നാട്ടിലുണ്ട്. എൻ്റെ അമ്മ എപ്പോഴും കരുവന്നൂരുണ്ട്, തൃശ്ശൂർ അടുത്തുള്ള. നമുക്ക് എല്ലാവർക്കും അറിയാം, കരുവന്നൂർ എന്നൊക്കെ പേര് ഫേമസ് ആണല്ലോ. അപ്പൊ അവിടെ ഉണ്ട് എൻ്റെ അമ്മ. അപ്പൊ അവര് നമുക്കൊരു വറിയാണ്. ബിക്കോസ് എപ്പോഴും എവിടെ അന്യനാട്ടിലിരുന്ന അമ്മയുടെ ഹെൽത്ത് 19 വയസ്സ് കഴിയുമ്പോൾ നമുക്കൊരു പേടിയാണ്. അവിടെ എന്താണോ നടക്കുന്നത്, അവിടെ എന്താണോ നമുക്ക് അവിടെ ഒന്ന് ജോലി എടുക്കാൻ, അവിടെ ജോലിയില്ല. അതാണ് അതിന് ഏറ്റവും വലിയ കഷ്ടം. സോ ഈ പറഞ്ഞ മാതിരി നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് അവർ പുറത്തു പോയി നാസയിലോ അല്ലെ വേറെ സ്ഥലത്ത് വർക്ക് ചെയ്യുന്നതിന് പകരം പുറത്തു പോയി സോഫ്റ്റ്വെയർ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതിനേക്കാളും അന്യദേശത്ത് പോയി വർക്ക് ചെയ്യുന്നേക്കാളും നമ്മുടെ നാട്ടിൽ നിൽക്കട്ടെ. പക്ഷെ അതിനുള്ള നിങ്ങളൊരു ക്രിയേറ്റീവ് ഗ്രൗണ്ട് നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യില്ലേ. അതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രോബ്ലം. ഇപ്പൊ നമ്മൾ കണ്ടു, കർണാടകത്തിൽ കണ്ടു, നമ്മൾ ലോക്കൽസ് റിസർവേഷൻ കൊടുക്കുക. അത് മഹാരാഷ്ട്രയിൽ പണ്ട് തുടങ്ങി വെച്ച പരിപാടിയാണ്, കലാപരിപാടി ശിവസേനക്കാർ തുടങ്ങി വെച്ചതാണ്. നിങ്ങൾ ഞാൻ പറയണത് ശരിയാണ്. മണ്ണിന്റെ മക്കൾ എവിടെ? നിങ്ങൾ ലോവർ ലെവലിൽ ഒരു C കാറ്റഗറി D കാറ്റഗറി ആൾക്കാർക്ക് ജോലി കൊടുക്കണം. ഇപ്പൊ ഞാൻ അത് പറയുമ്പോൾ പറയും, കേരളത്തിൽ മുഴുവൻ ബംഗാളികളും അസാമികളും UP കാരെല്ലാം ഇപ്പൊ ഭരിക്കാൻ എവിടെ എന്ന് പറയും. ശരിയാണ്. അതെന്താ, നമ്മുടെ അതേ ജോലി നമ്മുടെ നാട്ടിലാൾക്കാർ ചെയ്യാൻ റെഡിയല്ല. പണ്ട് തെങ്ങ് കയറാൻ എൻ്റെ വീട്ടിലൊക്കെ കരുവന്നൂരൊക്കെ മലയാളികൾ വരാറുള്ളൂ. ഇപ്പൊ തെലുങ്കന്മാർ വന്നു, അവര് പോയി, തമിഴന്മാർ വന്നു, അവര് പോയി, ഇപ്പൊ ബംഗാളികളെ തെങ്ങ് കയറണം. ആ സ്റ്റേറ്റിലേക്ക് വന്നു തുടങ്ങി. നമ്മൾ റിസർവേഷനുടെ പോളിസി, മറാഠ റിസർവേഷൻ ഒരു ഐസൊലേഷൻ നമ്മൾ കാണാൻ പാടില്ല. നാളെ ഇതേ കോൺസെപ്റ്റ് വേറൊരു ബംഗാളികൾ പറയും, ബംഗാളികൾക്ക് റിസർവേഷൻ വേണം. അല്ലെങ്കിൽ പിന്നെ നാളെ നമ്മൾ ജാട്ടും ഗുജേഴ്സും നമ്മൾ കണ്ടിരുന്നു ഹരിയാനയിൽ, അവർക്ക് റിസർവേഷൻ. എവിടെ ചെന്ന് എത്തിക്കും? റിസർവേഷൻ തന്നെ വേറെ ഒന്നല്ല, ഒരു സർക്കാർ ജോലി, ഒരു സർക്കാർ കോളേജിൽ അഡ്മിഷൻ, ഇതാണ് ഇവർക്ക് വേണ്ടത്. അത്രേ ഉള്ളൂ. ഇപ്പൊ സർക്കാർ ജോലി എന്ന് പറഞ്ഞാൽ ജോലി എടുക്കണ്ട എന്നാണ് കോൺസെപ്റ്റ്. അപ്പൊ അതൊരു കിട്ടിക്കഴിഞ്ഞാൽ പ്രത്യേകം പ്രൈവറ്റ് സെക്ടറിൽ കയറിടാന്ന് പറഞ്ഞാൽ അത് വേണ്ടായിരിക്കും. എനിക്ക് പ്രൈവറ്റ് സെക്ടറിൽ പറ്റില്ല, എനിക്ക് സർക്കാർ ജോലി തന്നെ വേണം. അതാണ് ഈ റിസർവേഷന്റെ മെയിൻ പ്രോബ്ലം. അവിടെയാണ് വന്ന് എത്തിക്കുന്നത്. ഇപ്പൊ നമ്മൾ ചില സെക്ടേഴ്സിലൊക്കെ റിസർവേഷൻ കൊടുക്കില്ല, ആർമിയിലില്ല. ഇപ്പൊ രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത്, ഇല്ല അത് പറ്റില്ല, നമുക്ക് ആർമിയിലും നമുക്ക് റിസർവേഷൻ വേണം. ആലോചിച്ച് നോക്കുക, എവിടെ വരെ എത്തിക്കണം നിങ്ങൾ? നാളെ ഒരു ആർമിയിൽ ആർമിയുടെ ഇത് പോയില്ലേ സാർ? ആർമിയുടെ ഒരു ഡിസിപ്ലിൻ പോവില്ലേ അവിടെ എക്ട് ചെയ്ത് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അത് മെറിറ്റ് ബേസ്ഡ് ആണ്, പ്യൂർലി. ശരിയാണ്. കോടതികളിൽ പോലും, സുപ്രീം കോടതി പോലും അത് വേണമെന്ന് ഇപ്പം ആവശ്യപ്പെടുന്നു. അവിടെയൊക്കെ മെറിറ്റല്ലേ നമ്മൾ പരിഗണിക്കേണ്ടത്. അതാണ്. ഇപ്പൊ ഒരു എഞ്ചിൻ ഡ്രൈവർ ഉണ്ട്, ട്രെയിൻ ഓടിക്കുക, 10,000-3000 പേരും കൊണ്ട് അങ്ങേര് പോണത്, 2 പേരുണ്ടാവും യൂഷ്വലി. അവിടെ നിങ്ങൾ റിസർവേഷൻ കൊണ്ടു വെച്ചാൽ എന്താവും? ഉണ്ട് അവിടെ റിസർവേഷൻ, പക്ഷെ അവിടെ സ്ട്രിക്ട് മെറിറ്റ് ഉണ്ട്. ബിക്കോസ് ആൾക്കാരുടെ ജീവനാണ് കയ്യിലുള്ളത്, അത് മറക്കരുത്. അതേമാതിരി നിങ്ങൾ നാളെ പറയും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ നമുക്ക് റിസർവേഷൻ വേണം, മറാഠികൾക്ക് 2 സീറ്റ് വേണം. ഇതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇതിനൊരു ഹൈദരാബാദിൽ ഒരു ഇന്ത്യൻ സ്കൂൾ ഓഫ് ബിസിനസ് എന്നിട്ടുണ്ട്. വളരെ ഇന്ത്യൻ ഇൻഡസ്ട്രി മൊത്തം, ഗോദ്രേജ് ആയാലും ടാറ്റ ഇവരെല്ലാം കൂടി നടത്താൻ അവർ നടത്തിയ ഒരു ഇൻഡസ്ട്രി, ആ ഒരു ഇൻഡസ്ട്രി ഇന്നും പിടിച്ചു നിൽക്കുന്നുണ്ട്. ISB ഹൈദരാബാദിലേക്ക് വരാൻ കാരണം അന്ന് ബാലാസാഹബ് താക്കറെ പറഞ്ഞു മറാഠികൾക്ക് റിസർവേഷൻ കൊടുക്കണമെന്നാണ് ചെയ്ത പരിപാടിയാണ്. അന്ന് നടന്ന ഒരു പ്രോബ്ലം ISB അന്ന് ഹൈദരാബാദിൽ എത്തിച്ചേർന്നു. അതാണ് ഉണ്ടായത്. ഇന്ത്യൻ സ്കൂൾ ഓഫ് ബിസിനസ്
മറാഠികൾക്ക് റിസർവേഷൻ. ചന്ദ്രബാബു നായിഡു പറഞ്ഞു നിങ്ങൾ ഇങ്ങോട്ട് വാ, ഞാൻ തരാമെന്നുണ്ട്. ഹൈദരാബാദിൽ അന്ന് ചന്ദ്രബാബു നായിഡു 10-15 കൊല്ലം മുമ്പ് ആ ഇൻസ്റ്റിറ്റ്യൂട്ട് ഹൈദരാബാദിലേക്ക് വന്നു. ഇതാണ് ഉണ്ടാകാൻ പോണത്. നിങ്ങൾ മെറിറ്റ് ഇല്ലെങ്കിൽ മെറിറ്റുള്ള ആൾക്കാർ മെറിറ്റുള്ള സ്ഥലത്തേക്ക് പോകും, അത്രേ ഉള്ളൂ, വേറെ ഒന്നും. അപ്പൊ സാർ, അപ്പൊ നമുക്ക് ഇപ്പോ ഈ പറഞ്ഞ താങ്കളുടെ വളരെ വിലപ്പെട്ട പോയിന്റുകളാണ്. അതിൽ എനിക്ക് ഏറ്റവും എടുത്ത് പറയേണ്ടത്, ഒരു കുടുംബത്തിൽ ഒരിക്കൽ സംവരണം കൊണ്ട് ബെനിഫിറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ആ കുടുംബം സാമ്പത്തികമായിട്ട് വളരെ ഉന്നതിയിലെത്തും. അവരുടെ കുട്ടികളെല്ലാം ഉയർന്ന സ്കൂളുകളിൽ പഠിക്കാൻ പോകുന്നു, പിന്നെ അവർക്ക് വലിയ ജോലികൾ കിട്ടുന്നു. വീണ്ടും അവർക്ക് സംവരണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായും സമൂഹപരമായിട്ടൊരു ഒരു 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 അനീതി തന്നെയാണ്. അപ്പോ താങ്കൾ പറഞ്ഞതുപോലെ താങ്കളുടെ ആ പോയിന്റ് അതാണ്. ഒരിക്കൽ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് പിന്നെ സംവരണം കൊടുക്കരുത്. പിന്നെ അത് വലിയ പിന്നെ സംവരണം കിട്ടാത്ത മുന്നോക്ക വർഗം എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നവർക്കും അതേ സമുദായത്തിൽപ്പെട്ടവർക്കും അപകടമാണ്. കാരണം അവർക്ക് പിന്നീട് അവരുടെ അതേ സമൂഹത്തിൽപ്പെട്ട പിന്നിൽ നിൽക്കുന്നവർക്ക് വീണ്ടും സംവരണം കിട്ടാൻ തടസ്സമായി വരികയും ചെയ്യുന്നു. അത് പരിശോധിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് എന്ന് തന്നെ നമുക്ക് ഈ ചർച്ചയിൽ നമുക്കൊന്ന് വിലയിരുത്താം അല്ലേ സാർ? ശരിയാണ് സാർ, സാർ പറഞ്ഞ അബ്സല്യൂട്ട്ലി കറക്റ്റ്. ഒരിക്കൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാൻ പാടില്ല, അത് ശരിയാണ്. താങ്ക് യു. നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.